തിരിയാണല്ലോ. ഇത് അഡ്വെന്റ് ആയിരിക്കൂലേ? കഴിഞ്ഞ ആഴ്ച നമ്മുടെ അച്ഛൻ അഡ്വെന്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞല്ലോ. അതെ, ആഗമനകാല പുഷ്പചക്രമെന്നും ഇതിനെ വിളിക്കാറുണ്ട്. വൃത്തത്തിന് ആദ്യം ബന്ധവും ഇല്ലാത്തതുപോലെ ദൈവസ്നേഹത്തിന് അനന്തതയെ ഈ റീത്ത് സൂചിപ്പിക്കുന്നു. ഗോഡ്സ് ലവ് ഈസ് എവർലാസ്റ്റിംഗ്. ഈ തിരികൾ നിത്യപ്രകാശമായ ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് മിസ് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ റീത്തിൽ നമ്മൾ 5 തിരികളാണ് കത്തിക്കുന്നത്. 3 പേർപ്പിൾ തിരികൾ, ഒരു പിങ്ക് തിരിയും, പിന്നെ അവസാനമായി ഒരു വൈറ്റ് തിരിയുമാണ് കത്തിക്കുന്നത്. ഓരോ തിരിക്കും പല അർത്ഥങ്ങളല്ലേ? ഫസ്റ്റ് സൺഡേ ഓഫ് ആഡ്വെന്റില് നമ്മൾ പേർപ്പിൾ തിരിയാണ് കത്തിക്കുന്നത്. എ ടൈം ടു റിമെമ്പർ ദ ഫ്യൂച്ചർ വിത്ത് ഹോപ്പ്. ഈശോയുടെ വരവിനെ ഇത് സൂചിപ്പിക്കുന്നു. കാൻഡിൽ ഓഫ് ഹോപ്പ്. സെക്കൻഡ് സൺഡേയും നമ്മൾ പേർപ്പിൾ ക്യാൻഡിലാണ് കത്തിക്കുന്നത്. ഇതിനെ നമ്മൾ കാൻഡിൽ ഓഫ് പീസ് അല്ലെങ്കിൽ ബെത്ലഹേം കാൻഡിൽ എന്ന് പറയുന്നു. ഇറ്റ് റിമൈൻഡ്സ് us the journey of Mary and Joseph to Bethlehem. അടുത്ത ആഴ്ചയും 3ാമത്തെ പേർപ്പിൾ ക്യാൻഡിലാണോ കത്തിക്കുന്നത്? അല്ല, 3ാമത്തെ സൺഡേ നമ്മൾ ഈ പിങ്ക് നിറത്തിലുള്ള തിരിയാണ് കത്തിക്കുക. ക്രിസ്തു ജനനം ആദ്യമായി അറിഞ്ഞ ഇടയന്മാരുടെ സന്തോഷം സൂചിപ്പിക്കുന്ന ഈ തിരിയെ കാൻഡിൽ ഓഫ് ജോയ് എന്ന് വിളിക്കുന്നു. ഗൗതത്തെ സൺഡേ എന്നും പറയാറുണ്ട്. God fills us with his great love. ഫോർത്ത് സൺഡേയും നമ്മൾ പേർപ്പിൾ ക്യാൻഡിലാണ് കത്തിക്കുന്നത്. ഈ ക്യാൻഡിലിനെ നമ്മൾ കാൻഡിൽ ഓഫ് ഏഞ്ചൽസ് അല്ലെങ്കിൽ കാൻഡിൽ ഓഫ് ലവ് എന്ന് പറയുന്നു. ലാസ്റ്റ് ഈ വെള്ളത്തിരിയല്ലേ ക്രിസ്മസിന് കത്തിക്കുന്നത്? അതെ, നടുവിൽ വയ്ക്കുന്ന ഈ തിരി വിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ തിരി എന്നും വിളിക്കപ്പെടുന്നു. ക്രിസ്മസ് രാവിലെയാണ് നമ്മളിത് സന്തോഷത്തോടെ കത്തിക്കുന്നത്. ഇപ്പൊ എനിക്ക് അഡ്വെന്റിനെ കുറിച്ച് എല്ലാം മനസ്സിലായി. ഈ വരുന്ന ക്രിസ്മസ് ഉണ്ണീശ സ്വീകരിക്കാൻ നിറഞ്ഞ മനസ്സോടെ പശ്ചാത്തപിച്ച് കുമ്പസാരിച്ച് സന്തോഷത്തോടെ നമുക്കൊരുങ്ങാം, അല്ലേ കൂട്ടുകാരെ?